ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്നൊരു ചിക്കൻ കറി പരിചയപ്പെട്ടാലോ? അധികം സാധനങ്ങളൊന്നും വേണ്ട. നമുക്കതെന്തൊക്കെയാണ് വേണ്ട സാധനങ്ങൾ നോക്കാം. ഒരു 4 സവാള നേരിയതാക്കി അരിഞ്ഞതാണ് നീളത്തിൽ. പിന്നെ ഒരു 2 ഉരുളക്കിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞത്. ഒരു വലിയ തക്കാളി നീളത്തിൽ അരിഞ്ഞതാണ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഒരു 5 പച്ചമുളക് ചതച്ചതും കുറച്ച് കറിവേപ്പിലയുണ്ട്. പിന്നെ ചിക്കൻ ഞാൻ കഴുകി കറി വെക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ തന്നെ ഞാൻ അതിൻ്റെ കറിക്ക് വേണ്ട മസാലകളിട്ട് നേരത്തെ ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് തിരുമ്മി വെച്ചതാണ്. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഞാൻ ഈ ചിക്കൻ്റെ ഈ പുരട്ടി വെച്ച മസാലയിൽ തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അതിലെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ പാചകം ചെയ്യുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിക്കാം. അടുപ്പ് നന്നായിട്ട് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കറിക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. എനിക്ക് ഒരു മിനിമം കണക്ക് ഉദ്ദേശിച്ചാണ് ഞാൻ ഒഴിക്കണത്. വെളിച്ചെണ്ണ കുറച്ച് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അങ്ങനെ അവരുടെ ഇഷ്ടം പോലെ ചേർക്കുക. ചൂടായ ഈ വെളിച്ചെണ്ണയിലേക്ക് 4 സവാള നേരിയതാക്കി അരിഞ്ഞത് നീളത്തിലരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കറിയിൽ ഉപ്പ് കറിക്കുള്ള ഉപ്പ് ഞാൻ ചിക്കൻ്റെ മസാലയിൽ പുരട്ടിക്കൊണ്ട് സവാള വാടാൻ വേണ്ടിയിട്ട് ഉപ്പൊന്നും വേറെ ചേർക്കില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 1-2 മിനിറ്റ് നല്ല ചൂടിൽ തന്നെ സവാള നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാള ജസ്റ്റ് ഒന്ന് വാടട്ടെ. എന്നിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യം സവാള ഒന്ന് വാടിയിട്ടേ ചേർക്കാറുള്ളൂ. അപ്പോൾ ഒന്ന് അടച്ച് വെക്കാം. ഒരു 2-3 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. ഒരു തീ സിമ്മിൽ വെക്കണം കേട്ടോ. നമുക്കൊന്ന് ഒരു 3 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് സവാള വാടിയിട്ടുണ്ട്. ഞാൻ ഈ സമയത്താണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കണത്. ആദ്യം അതിന് ചേർത്താൽ ചട്ടിയുടെ അടിക്ക് പിടിക്കും ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സവാള ഇട്ടിട്ടേ ചേർക്കുള്ളൂ. ഇതിലേക്ക് ചതച്ച 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, 5 പച്ചമുളക്, കറിവേപ്പില, പിന്നെ വെളുത്തുള്ളിയും ഉണ്ട് കേട്ടോ. അതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു 5 മിനിറ്റ് സിമ്മിലിട്ടിട്ട് മൂടി വെക്കാം. ആ ഒരു ആവിയിൽ സവാള ഇതൊക്കെ വാടി അതിൻ്റെ പച്ചമണമൊക്കെ മാറട്ടെ കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഇപ്പോൾ സവാളയും ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാടി അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കാം. ഇത് ഞാൻ സവാള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റണത് തീ സിമ്മിലിട്ടിട്ട് തന്നെയാണ് കേട്ടോ. ഒരുപാട് തീ കൂട്ടി വെക്കൂല. ഇനി നമുക്കിതിലേക്ക് ആ ഒരു തക്കാളി, വലിയൊരു തക്കാളിയാണ്, അത് ചെറുതാണെങ്കിൽ 2 ചേർത്ത് കൊടുക്കുക. വലുതാണെങ്കിൽ 1 മതിയാവും. അതും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ഈ തക്കാളിയിൽ നിന്നുള്ള ആ വെള്ളവും കൂടി ഇറങ്ങുമ്പോൾ സവാള ഒന്നുകൂടി വഴണ്ട് വരും. നമുക്കൊന്നെല്ലാം കൂടി തട്ടിപ്പൊത്തി വെക്കാം. ഒരു 5-10 മിനിറ്റോളം ആയിട്ടുണ്ട് സിമ്മിലിട്ടേക്കണായിരുന്നു. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം കേട്ടോ. എല്ലാ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ച ചൊവ്വ അല്ലെങ്കിൽ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ടാവും ഈ സമയം കൊണ്ട്. നമ്മൾ അധിക നേരം ഒട്ടും വാട്ടാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു മണവും പച്ചക്കുത്തൊക്കെ കറിക്ക് നിൽക്കും. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് മസാല പുരട്ടി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിൽ എന്തൊക്കെയാണ് ചേർത്തതെന്ന് ഞാൻ ഇപ്പോൾ പറയാം. ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4-5 സ്പൂൺ ചിക്കൻ മസാല,
പിന്നെ ഞാൻ പൊടിച്ച ഗരം മസാലയുണ്ട്, അതൊരു 2 ടീസ്പൂൺ. പിന്നെ ആവശ്യത്തിനുള്ള കറിക്കും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്മിയതാണ് കേട്ടോ. ഒരു അരമണിക്കൂറോളം തിരുമ്മി വെച്ചതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഞാൻ ഈ ചിക്കനിൽ മസാലപ്പൊടി ചേർക്കണതിൻ്റെ വീഡിയോ എൻ്റെ പോയി, അതുകൊണ്ടാണ് ഞാനിതിൻ്റെ കണക്കുകൾ പറഞ്ഞിപ്പെടണത്. ഞാൻ ഈ ഒരു രീതിക്കാണ് ചിക്കൻ കറി വെക്കണത്. നേരത്തെ തന്നെ മസാലയൊക്കെ ചിക്കനിൽ തന്നെ പുരട്ടിയാണ് വെക്കണത്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ തന്നെ ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കില്ല, ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊത്തി ഒരു 5-10 മിനിറ്റ് ഞാൻ സിമ്മിലിട്ട് വെച്ചേക്കും തീ. എന്നിട്ട് ചൂടുവെള്ളമേ ഞാൻ ചേർത്ത് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഒരു 5-10 മിനിറ്റ് സിമ്മിൽ കിടന്നൊന്ന് വേവട്ടെ. ഇപ്പോൾ ചിക്കനിൽ നിന്നുള്ള ആ വെള്ളവും ഒന്ന് ഇറങ്ങി വരും. അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചേക്കാം. അങ്ങനെ കിടന്നൊരു 10 മിനിറ്റ് വേവട്ടെ കേട്ടോ. നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് നോക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയാണ്, ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇളക്കിയൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതേ കണ്ടോ, ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒഴിച്ച വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ അങ്ങനെ വെന്ത് ഉടഞ്ഞൊന്നും പോവില്ല, ഒരുപാട് കുത്തിയല്ല ഇളക്കണത്, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിലേക്കൊരു 2.5 കപ്പ്, ചെറിയ കപ്പിന് 2.5 കപ്പ് തിളച്ച വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോ എൻ്റെ മിസ്സായി പോയി, അത് ഞാൻ എത്ര നോക്കിയിട്ടും കണ്ടില്ല. അപ്പോൾ ഞാനൊരു 2.5 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചേക്കണത്. പച്ചവെള്ളം ഒരിക്കലും ചേർക്കരുത്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ആ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു നല്ല തിള വരുന്ന വരത്തേക്കും ഒന്ന് അടുപ്പ് വെച്ച് മൂടി നമുക്ക് ഒരു കറി നന്നായിട്ട് തിളക്കണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കണ്ടോ, എല്ലാ സൈഡിലും നന്നായിട്ട് തിള വരുന്നുണ്ട്. ഇങ്ങനെ തിള വന്നതിന് ശേഷമേ കറി നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് അടുപ്പ് വെച്ച് മൂടിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഓളം വെച്ചാൽ മതിയാവും. അപ്പോഴത്തേക്കും നമ്മുടെ കറി നല്ല കുറുകി സെറ്റായിട്ടൊക്കെ വരും. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റും കൂടി ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുറന്നത്. കണ്ടോ, ഇപ്പോൾ എണ്ണയൊക്കെ അത്യാവശ്യം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ഇളക്കി നോക്കാം. ഇപ്പോൾ ചെറിയൊരു ചാറോട് കൂടിയാണുള്ളത്. ചെറുതായിട്ടൊന്ന് കുറുകാത്ത പോലെ നമുക്ക് തോന്നും. പക്ഷേ നമ്മളിത് അടുപ്പ് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞ് മൂടി വെച്ച് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ചൂടിൽ തന്നെ ഈ കറി സെറ്റായിക്കോളും. ഇനി നമ്മൾ അധികം നേരം അടുപ്പത്ത് വെക്കണമെന്നില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഞാനിത് ഒരു 10 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം കാണിക്കാം. അപ്പോഴത്തേക്കും കറി ഒരു ഓൾമോസ്റ്റ് കുറുകി നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ടാവും. കണ്ടോ, ഇപ്പോൾ കണ്ടോ, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തൊരു ഫോട്ടോയാണത്.